വെൽക്കം ബാക്ക് ടു ഓപ്പൺ സ്കൂൾ. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ ആൻഡ് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. ഇന്നത്തെ വിഷയം എന്തുകൊണ്ടാണ് ചിലർക്ക് പ്രമേഹം വരുന്നത്. സാധാരണ പ്രമേഹ രോഗത്തിൻ്റെ ഡയഗ്നോസ് കഴിയുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്? വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? നമുക്കറിയാം, പ്രമേഹം എന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, അതായത് ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ ശരീരം പരാജയപ്പെടുന്ന ഒരവസ്ഥ. അതാണ് ഡയബറ്റീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. എന്തുകൊണ്ടാണ് ഈ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നിയന്ത്രിക്കപ്പെടാതെ പോകുന്നത്? അതിൻ്റെ പ്രധാന കാരണം രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം ശരിയാകാത്ത രീതിയിൽ വരികയോ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയോ ചെയ്യുമ്പോഴാണ്. അപ്പം പ്രധാനമായിട്ടും ഇൻസുലിൻ്റെ അഭാവമാണ്, അതായത് അളവിൽ കുറവോ അല്ലെങ്കിൽ ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് രക്തത്തിലെ പഞ്ചസാര കൂടുതലാകുന്നത്. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മധുരമുള്ള ആഹാരം കഴിച്ചതുകൊണ്ട് മാത്രമാണ് ഷുഗർ വരിക എന്നുള്ളത്. അത് ശരിയല്ല. പ്രമേഹം ഒരു ജീവിതശൈലീ രോഗമാണ്. ആഹാരക്രമത്തിലെ വ്യത്യാസം കൊണ്ട് ഷുഗർ വരാം, പക്ഷേ അത് കൂടാതെ പല കാരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ജനിതകമായ പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ കുടുംബ ചരിത്രം. കുടുംബത്തിൽ ഒരാൾക്ക് തൊട്ടടുത്ത ബന്ധുവിന്, അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പ്രമേഹമുണ്ടെങ്കിൽ ആ വ്യക്തിക്കും പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനിതക ഘടകം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ നമ്മുടെ വീട്ടിലൊരാൾക്ക് ഷുഗറുണ്ട്, അച്ഛനോ അമ്മയ്ക്കോ ഷുഗറുണ്ട്, അതുകൊണ്ട് മക്കൾക്ക് എല്ലാവർക്കും ഷുഗർ വരണമെന്നില്ല. ജീവിതചര്യയിലെ വ്യത്യാസം കൊണ്ട് പ്രമേഹം വരുന്നതിനെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അതിനാലാണ് പ്രമേഹത്തെ നമ്മളൊരു ജീവിതശൈലീ രോഗം എന്നാണ് പറയുക. എന്താണ് ഈ ജീവിതശൈലീ രോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണക്രമം, വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക എന്നിവയാൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസം കൊണ്ട് പ്രമേഹത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രമേഹത്തെ ജീവിതശൈലീ രോഗമെന്ന് പറയുന്നത്. ഇത് പ്രമേഹം പലവിധമുണ്ട്. അതിൽ ടൈപ്പ് 2 എന്ന താരതമ്യേന പ്രായം കൂടിയവർക്കുണ്ടാകുന്ന പ്രമേഹത്തിലാണ് ഈ ജീവിതശൈലി പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ജീവിതശൈലിയെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ജനിതക ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രമേഹം വരുന്നതിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി അടുത്ത പ്രശ്നം, ഈ പ്രത്യേകിച്ചും ടൈപ്പ് 2 എന്ന പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ പ്രതിരോധം, ഇൻസുലിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഇൻസുലിൻ ശരീരത്തിലെ കോശങ്ങളിൽ ശരിക്കും പ്രവർത്തിക്കാതിരിക്കുക, ഇതിനെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടെങ്കിലും ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയാകാതെ പോകുന്നതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ടൈപ്പ് 2 എന്ന് പറയുന്ന മുതിർന്ന ആൾക്കാരിൽ കാണുന്ന പ്രമേഹത്തിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പല ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അമിതമായ വണ്ണമാണ്. അമിതവണ്ണം ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്നു. ഇതോടൊപ്പം മാനസിക സമ്മർദ്ദവും പ്രമേഹത്തിന് ഒരു കാരണമായി തീരാം. മാനസിക സമ്മർദ്ദമുള്ളപ്പോൾ പല ഹോർമോണുകളും, ഉദാഹരണമായി കോർട്ടിസോൺ, അഡ്രിനലിൻ മുതലായ പല ഹോർമോണുകളും ശരീരം ഉൽപ്പാദിപ്പിക്കുകയും അത് ഇൻസുലിൻ റെസിസ്റ്റൻസിനും ഷുഗർ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവുകയും ചെയ്യും. ഇതുകൂടാതെ സ്ത്രീകളിൽ കാണുന്ന പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, PCOS എന്ന കണ്ടീഷനിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് അതോടൊപ്പം തന്നെ
പ്രമേഹവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ മറ്റ് ചില ഘടകങ്ങളും കൂടെ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രായമാണ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് കഴിഞ്ഞവരിൽ 25 മുതൽ 50% വരെ ആൾക്കാരിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലായി കാണുന്നുണ്ട്. അപ്പം പ്രായം കൂടുന്തോറും ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം ചില മരുന്നുകൾ, സ്റ്റിറോയിഡ്സ്, മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ, ഇതും പ്രമേഹം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹ രോഗം ഒരു ഒറ്റ രോഗമല്ല, പല കാരണങ്ങളാലാണ് ഉണ്ടാകുക. ജനിതകമായ കാരണങ്ങളുണ്ട്, ലൈഫ് സ്റ്റൈൽ കാരണങ്ങളുണ്ട്. ആയതിനാൽ പ്രമേഹത്തെ ഒരു പരിധിവരെ തടയാൻ കഴിയും. എങ്ങനെയാണ് തടയാൻ കഴിയുക? ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണക്രമത്തിലെ നിയന്ത്രണമാണ്. ഫാസ്റ്റ് ഫുഡ്, കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, അധികം മധുരമുള്ള പദാർത്ഥങ്ങൾ, മൈദ പോലെയുള്ള റിഫൈൻഡ് ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, ഇത് ഒഴിവാക്കുക. അപ്പം സമീകൃതമായ ആഹാരം. രണ്ടാമത്തേത് എക്സസൈസ്. ഒരു ദിവസം ഏതാണ്ട് 30 മിനിറ്റ്, ഒരാഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും എക്സർസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി യോഗ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പരിശീലന മുറകൾ നല്ലതാണ്. ഉറക്കം 7-8 മണിക്കൂർ ഉറക്കം എപ്പോഴും പ്രമേഹ രോഗം ഉണ്ടാകാതിരിക്കുന്നതിന് നല്ലൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ജീവിതശൈലിയിലെ വ്യതിയാനം മൂലം നമുക്ക് പ്രമേഹത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ പ്രമേഹം എന്നത് ഒരു ജനിതകവും ലൈഫ് സ്റ്റൈൽ മൂലമുള്ള ഒരു രോഗമാണ്, പ്രത്യേകിച്ചും ടൈപ്പ് 2 ഡയബറ്റീസ്. മറ്റ് വിവരങ്ങൾ അറിയുന്നതിന് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.